തൃശൂർ ചൊവ്വന്നൂരിൽ ലഹരി മാഫിയക്കാരുടെ ആക്രമണം. സമുദ്രനഗറിൽ ചിരൺ വീട്ടിൽ മിനിയുടെ വീട്ടിന്റെ ജനൽ ചില്ലുകൾ 4 അംഗ സംഘം തകർത്തു. കുടുംബത്തിനെതിരെ കൊലവിളി നടത്തിയ സംഘമാണ് പുലർച്ചെ 3 മണിയോടുകൂടി ഈ അക്രമം നടത്തിയത്. MS ലിഷോ ഈ വിവരങ്ങളുമായി നമ്മളോടൊപ്പം. ലിഷോ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഘത്തിന് ഈ കുടുംബത്തോട് വൈരാഗ്യം? അതായത് ഈ മിനിയും മിഥുൻ്റെ മകൻ മിനിയുടെ മകൻ മിഥുനും താമസിക്കുന്ന വീടിനോട് അടുത്തുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിൽ സ്ഥിരമായി ലഹരി സംഘം എത്തി അവിടെ നിന്ന് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഇത്തരത്തിൽ ഈ സംഘം എത്തി ഈ മിഥുൻ്റെ വീടിന് മുൻപിൽ ബൈക്ക് വെച്ച സമയത്ത് മിഥുൻ അവിടെയുള്ള ആ ബൈക്കിലെത്തിയ ആളുകളോട് പറഞ്ഞു, ഇവിടെ ബൈക്ക് വയ്ക്കാൻ കഴിയില്ല, ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തി ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അത് ശരിയല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ ഒരു സമയത്ത് അവിടെ നിന്നും ഈ ബൈക്കിൽ എത്തിയ സംഘം മടങ്ങിപ്പോവുകയും ചെയ്തു. ഇത് വൈകുന്നേരം ഒരു 8 മണിക്ക് ശേഷം ആ ഒരു സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഏകദേശം 11:30 ഈ സംഘം, ഒരു 4 അംഗ സംഘം അവിടേക്ക് എത്തുകയും ആ മാരകായുധങ്ങളുമായാണ് ഇവർ എത്തിയത്. ഈ ആക്രോശിച്ചുകൊണ്ട് ഈ വീടിൻ്റെ പരിസരത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് മിഥുൻ വീടിൻ്റെ മുൻപിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മിഥുൻ ഇവർ വരുന്നത് കണ്ട വഴിക്ക് നേരെ വീടിനകത്തേക്ക് കടക്കുകയും വാതിലടച്ചിരിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഈ എത്തിയ സംഘത്തിൽ ഉള്ള ഒരു വ്യക്തി നേരെ കൈകൊണ്ട് ജനൽ ചില്ല് ഇടിച്ച് തകർക്കുകയും കൂടാതെ കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീടിന് നേരെ കൊലവിളി നടത്തുകയും വീട്ടിലുള്ളവരെ അസഭ്യം പറയുകയും ഒക്കെ തന്നെ ചെയ്തത്. 4 അംഗ സംഘമാണ് ഉണ്ടായത്. ഇതിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മിഥുൻ. ഇവരെക്കുറിച്ചുള്ള അന്വേഷണം കുന്നംകുളം പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ലഹരി മാഫിയയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ട് എന്നുള്ളതാണ് മിഥുൻ ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഒരു പരിണിത ഫലം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.